ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം പാലക്കാരി. അങ്ങനെ നോക്കിയിരുന്ന് വേണ്ട നമ്മുടെ ക്രിസ്തുമസ് ഇങ്ങ് എത്തിയല്ലേ. അപ്പോൾ ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നല്ല ഫുഡും പ്ലം കേക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഓർമ്മ വരുന്നത്. ആ ഒരു പാതിരാ കുർബാന കഴിഞ്ഞ് വന്നിട്ടുള്ള പ്ലം കേക്ക് മുറിക്കലും, അതുപോലെ തന്നെ രാവിലെ നോമ്പ് വീടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും എന്താണ് നോൺ വെജ് ബീഫും ചിക്കനും ഒക്കെ ആയിട്ട് നമ്മൾ നോമ്പ് വീടുന്നൊരു ദിവസമാണല്ലോ ക്രിസ്തുമസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർഷത്തെ നോമ്പ് വീടലിന് എൻ്റെ വക നിങ്ങൾക്കൊരു റെസിപ്പി പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. നല്ല ചിക്കൻ്റെ ലെഗ് പീസൊക്കെ മാറ്റി വെച്ചോ നമുക്ക് ചിക്കൻ കൊണ്ട് ഒരു ഡ്രം സ്റ്റിക്ക് ഉണ്ടാക്കി നോക്കാം. അടിപൊളി റെസിപ്പിയാണ്. വലിയ ആഷ് ബൂഷ് സാധനങ്ങളൊന്നും ചേർക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വലിച്ചു നീട്ടാതെ പെട്ടെന്ന് റെസിപ്പിയിലോട്ട് പോകാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ ഡ്രം സ്റ്റിക്ക് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് പെട്ടെന്ന് നോക്കാം. ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോഴത്തേക്കും നല്ല കട്ടയായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതൊന്ന് ഉരുകി വരാൻ സമയം എടുക്കുമെന്ന് മനസ്സിലായി. അത് വെള്ളത്തിലിട്ടു. അപ്പോൾ ആ ചിക്കൻ ഉരുകി വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ചിക്കൻ ഡ്രം സ്റ്റിക്കിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി വെക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് നമ്മൾ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. ആ തൈരിനകത്തോട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറും അല്ലാത്ത പൗഡറും ചേർക്കാം. ഞാനിപ്പോൾ എനിക്ക് ഒരുപാട് എരിവ് വേണ്ടെന്നുള്ളത് കൊണ്ട് കാശ്മീരി പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. നോർമൽ മുളക് പൊടി ചേർത്തിട്ടില്ല. മുളക് പൊടി അതുപോലെ തന്നെ അതിനകത്തോട്ട് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് ടൊമാറ്റോ സോസ്, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നല്ലൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന കൺസിസ്റ്റൻസിയിൽ നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. തൈര് നമ്മൾ നല്ല കട്ട തൈര് എടുക്കുന്നതാണ് നല്ലത്. വെള്ളം പോലെ ഇരിക്കുന്ന ആ ഒരു ലൂസായിട്ടുള്ള തൈര് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൺസിസ്റ്റൻസി തെറ്റിപ്പോവും. അപ്പം നല്ല കട്ട തൈര് തന്നെ എടുക്കുക. അന്നേരത്തേക്ക് വേണ്ട നമ്മുടെ ചിക്കൻ ഇവിടെ കട്ടയൊക്കെ ഉരുകി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമുക്കിവിടെ ലെഗ് പീസ് മാത്രമായിട്ട് മേടിക്കാൻ കിട്ടുന്നതുകൊണ്ട് അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തതല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ സ്കിന്നൊന്ന് റിമൂവ് ചെയ്യുകയാണ് കേട്ടോ. ആ സ്കിന്നൊക്കെ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ആ സ്കിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ സ്കിന്നെല്ലാം റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു നമ്മുടെ മസാല ആ ഒരു ചിക്കൻ്റെ കാല് ജസ്റ്റ് നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളതിലേക്ക് ആ ഒരു മസാലയെല്ലാം കൂടെ തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഞാനിതിനകത്ത് ഉപ്പും അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അത് രണ്ടും ചേർത്തിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കേട്ടോ. നിങ്ങൾ ആദ്യം മസാല റെഡിയാക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ഉപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇതിന് നമ്മളൊരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ആ ഒരു സമയത്ത് ഈ മസാലയൊക്കെ അതിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് വരും. അപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പർ കൊണ്ട് റാപ്പ് ചെയ്ത് പുറത്ത് തന്നെയാണ് വെച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഫ്രീസറിൽ ഒരിക്കലും വെക്കരുത്, നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല, കാരണം നമുക്കിവിടെ നോർമൽ ടെമ്പറേച്ചർ തന്നെ അത്യാവശ്യം നല്ല തണുപ്പായതുകൊണ്ട് ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല, പുറത്ത് തന്നെയാണ് വെച്ചത്. എന്നിട്ട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് അത് നമ്മൾ ആ ഒരു കവറിങ്ങൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട്, എണ്ണ ഒരുപാട് അങ്ങനെ ഒഴിച്ച് നമ്മളിത് പൊരിച്ച് കോരിയെടുക്കുമെന്നല്ല കേട്ടോ, കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ആ ഒരു ലെഗ് പീസുകൾ ഓരോന്നായിട്ട് ആ എണ്ണയ്ക്കകത്തോട്ടിട്ട് വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ വറക്കുമ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ എണ്ണയ്ക്കകത്ത് പൊരിച്ച് കോരിയെടുക്കുന്ന അല്ലാത്തത് കൊണ്ട് തന്നെ ഈ ചിക്കൻ്റെ അകത്തെ വെള്ളം കുറച്ചിങ്ങനെ ഇറങ്ങും കേട്ടോ. ആ വെള്ളമൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും പാളിപ്പോയോ എന്ന് വിചാരിക്കും. ഒന്നുമില്ല, ആ വെള്ളമൊക്കെ അങ്ങ് പറ്റി സെറ്റ് ആയിക്കോളും, റെഡി ആയിക്കോളും. അപ്പോൾ ഞാനിവിടെ 6 പീസാണ് വറക്കാനെടുത്തത് കേട്ടോ. 6 ലെഗ് പീസാണ് വറക്കാനെടുത്തത്. ആ 6 പീസും ഒരേ പാത്രത്തിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരുപാട് തീ കൂട്ടിയിടരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. ഞാനിവിടെ ഇൻഡക്ഷനിലാണ് ചെയ്യുന്നത്, നമുക്കിവിടെ ഗ്യാസ് ഇല്ല, ഇൻഡക്ഷനിലാണ് ചെയ്യുന്നത്. അപ്പം ഇൻഡക്ഷൻ ആണെങ്കിലും ഗ്യാസ് സ്റ്റവ് ആണെങ്കിലും മീഡിയം ചൂടിൽ വെച്ചിട്ട് നമ്മൾ ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കിനും നമ്മളിതൊന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരുപാട് സമയം അങ്ങനെ ഒരു സൈഡ് തന്നെ വെക്കരുത്. ഞങ്ങളിതിനിടയിൽ ക്രിസ്മസ് ഫ്രണ്ട്, അതായത് സീക്രട്ട് സാൻറ്റ ആരാണെന്നുള്ളത്, ആ ഒരു സീക്രട്ട് സാൻറ്റയൊക്കെ തിരഞ്ഞെടുക്കാൻ പോയതുകൊണ്ടാണ് എൻ്റെ ആ ഒരു ചിക്കൻ്റെ ലെഗ് പീസിന് ചെറിയൊരു കളർ ചേഞ്ച് വന്നത്. കുറച്ച് കൂടുതൽ നേരം ഇരുന്ന് പോയി, എന്നാലും കരിഞ്ഞു പോയൊന്നുമില്ല കേട്ടോ. ആ ഒരു മസാലയ്ക്ക് ആ ഒരു കളർ വന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഡ്രം സ്റ്റിക്ക് ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനകത്തെ വെള്ളം ഇറങ്ങിയതൊക്കെ ആ വെള്ളമൊക്കെ പറ്റിപ്പോയി. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ആ ഒരു ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പാത്രത്തിലോട്ടിട്ട് കഴിച്ചാൽ മാത്രം മതി കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന അത്രയും മസാലകളും ആ ഇൻഗ്രീഡിയൻസും മാത്രം ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ചിക്കൻ ഡ്രം സ്റ്റിക്ക് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ഈ ക്രിസ്മസിന് ഇതൊന്ന് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് ചപ്പാത്തിയുടെ കൂട്ടത്തിലാണ് ഈ ഒരു ചിക്കൻ ഡ്രം സ്റ്റിക്ക് കഴിച്ചത്. അങ്ങനെ ചപ്പാത്തിയുടെ മാത്രമൊന്നുമല്ല, ഏത് ഫുഡിൻ്റെ കൂടെയും പോകുന്ന സാധനമാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.